നമസ്കാരം പ്രിയമുള്ളവരെ, നമുക്കിന്ന് ഒരു വെണ്ടയ്ക്ക സാമ്പാർ ഉണ്ടാക്കിയാലോ. ഗുരുവായൂർ അന്നദാനത്തിൽ കഴിച്ച വെണ്ടയ്ക്ക സാമ്പാറിൻ്റെ മണം ഇപ്പോഴും കയ്യിലുണ്ട്. അതിനായി വെണ്ടയ്ക്ക 250 ഗ്രാം വലുതായി നുറുക്കിയത്, വലിയ 4 തക്കാളിയും സവാളയും നുറുക്കിയത്, 150 ഗ്രാം തുവരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കിയത്, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പം പുളി പിഴിഞ്ഞത്, മല്ലിയിലയും കറിവേപ്പിലയും ആവശ്യത്തിന്, മുളകുപൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 1.5 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, വെളുത്തുള്ളി ഒരു 5-6 അല്ലി, ഇത്രയും എടുക്കാം. ഞാൻ മൈസൂർ മല്ലിയിലയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ മല്ലിയില വേണമെങ്കിലും എടുക്കാം. ശേഷം തുവരയും തക്കാളിയും സവാളയും ഒരു തണ്ട് കറിവേപ്പിലയും ഉപ്പും മഞ്ഞളും വെള്ളവും ഒഴിച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കുക്കറടച്ച് 3-4 വിസിലടിക്കുന്നത് വരെ നന്നായി വേവിക്കാം. ശേഷം ചട്ടിയിൽ എണ്ണയൊഴിച്ച് വെണ്ടയ്ക്ക കുറേശ്ശെ ഇട്ട് വറുത്ത് കോരി വയ്ക്കണം. ആവി പോയ ശേഷം കുക്കർ തുറന്ന് ഇളക്കി പുളിവെള്ളവും വറുത്ത് വെച്ച വെണ്ടയ്ക്കയും ചേർത്ത് നന്നായി തിളപ്പിക്കാം. വെണ്ടയ്ക്ക വറുത്ത ചട്ടിയിൽ കടുക്, ജീരകം എന്നിവയിട്ട് പൊട്ടുമ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവയിട്ട് 1/2 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് തിളയ്ക്കുന്ന കഷ്ണങ്ങളിൽ ഒഴിക്കാം. ഉലുവ വറുത്ത് പൊടിച്ചതും മല്ലിയിലയും കുറച്ച് ശർക്കരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ച് വാങ്ങാം. രുചികരമായ വെണ്ടയ്ക്ക സാമ്പാർ റെഡിയാണ്.